ഇന്ന് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ ആവശ്യമായ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ചട്ടിയിലും ഡ്രമ്മിലും നടുന്ന പച്ചക്കറി തൈകളോ പഴച്ചെടികൾക്കോ വേരോട്ടം സുഗമമാക്കുന്നതിനും ചട്ടിയുടെ കനം കുറയ്ക്കുന്നതിനും ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനും കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ഇതുപോലെ ഒരു ചാക്കെടുത്ത് ആദ്യം കുറച്ച് കരിയില അതിലേക്ക് ഇടാം. എല്ലാം ലെയർ ആയിട്ടാണ് ഇടേണ്ടത്. അത് ഞാൻ പറഞ്ഞു തരാം. വീട്ടുവളപ്പിൽ വീഴുന്ന ഇലകളെ കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല. ഒന്നാം തരം വളം ഉണ്ടാക്കാനായി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരു ലെയർ കരിയിലയാണ് ഞാൻ ആദ്യം ഇട്ടത്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച നല്ല പച്ച പുല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടി കുറഞ്ഞ പുല്ലും ഇലകളുമാണെങ്കിൽ വേഗം അഴുകി കിട്ടും. മഴക്കാലത്താണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം. അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പമുള്ളതിനാൽ സൂക്ഷ്മജീവികൾ പെട്ടെന്ന് പെരുകുകയും ഇലകളും മറ്റും വേഗത്തിൽ തിന്നു തീർക്കുകയും ചെയ്യും. വേനൽക്കാലമാണെങ്കിൽ ചാക്കിലേക്ക് ഈർപ്പം നോക്കി ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. മഴക്കാലമാണെങ്കിൽ ഒന്നും നോക്കേണ്ടതില്ല. ഇനി ഉള്ളിത്തോലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നും അവർ തന്നതാണ്. ഒരു ലെയർ ഇതും ഞാൻ ഇട്ട് കൊടുത്തു. ഉള്ളിത്തോലുകൾ മാത്രമല്ല, മറ്റുള്ള അടുക്കള വേസ്റ്റുകളെല്ലാം തന്നെ ഇതിൽ നിക്ഷേപിക്കാം. കൂടാതെ അഴുകുന്നതെന്തും നമുക്കിതിലിടാം. അടുത്ത ലെയറായി വീണ്ടും കരിയിലകൾ ഇട്ട് കൊടുക്കുകയാണ്. മുട്ടത്തോടുകൾ ഉണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് പൊടിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച ചാക്കു കണ്ടില്ലേ, ഇത് ഉള്ളിച്ചാക്കാണ്. നിറയെ ദ്വാരങ്ങൾ ഉള്ളതിനാൽ വായു സഞ്ചാരം കൂടുകയും മണ്ണിരകൾ എളുപ്പം ഉള്ളിൽ കടക്കുകയും ചെയ്യും. സൂക്ഷ്മജീവികളുടെ വർധനവും ഉണ്ടാകും. അടുത്ത ലെയറായി വീണ്ടും പച്ചപ്പുല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശർക്കര കലക്കി വെച്ചതാണ്. ശർക്കര ലായനി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മണ്ണിര എത്തും. കൂടെ മറ്റനേകം സൂക്ഷ്മജീവികളെയും ഇത് ആകർഷിക്കും. ഉള്ളിത്തോല് കുറെ കിട്ടിയതിനാൽ എനിക്കിതിലേക്ക് ധാരാളം ചേർക്കാൻ പറ്റി. നിങ്ങൾക്കും അടുത്ത കടകളിൽ അന്വേഷിച്ചാൽ എത്ര വേണേലും കിട്ടും. ഉള്ളിത്തോല് ചെടികൾ പൂവിടാൻ സഹായിക്കുന്ന ഒന്നാണ്. BSF ലാർവയുടെ സ്ലറി കൂടി ഞാൻ കുറച്ചെടുത്ത് ഇതിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവാൻ വേണ്ട പൊടിക്കൈകളാണ് ചെയ്യുന്നത്. ഈ ചാക്കില് ഇത്രയും മതി. ഇതിന്റെ അറ്റം ഞാൻ ചുരുട്ടി കെട്ടി വെക്കുകയാണ്. ഇനി അടുത്ത ചാക്ക് നിറയ്ക്കാം. പുല്ലും ഉണങ്ങിയ ഇലകളും ഉള്ളിത്തോലും ശർക്കര ലായനിയും സ്ലറിയും ഉപയോഗിച്ച് ഓരോ ചാക്കും നിറച്ചു വെക്കാം. അങ്ങനെ 2 ചാക്കു കഴിഞ്ഞു. ഇത് മൂന്നാമത്തേതാണ്. ഇപ്പോൾ നിറയ്ക്കുന്നത് 4ാമത്തെ ചാക്കാണ്. 4 ചാക്ക് കരിയിലകളാണ് നമ്മൾ തയ്യാറാക്കിയത്. വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കരുതേ.